ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. ഇന്നത്തെ വീഡിയോ പല്ലിൽ നിന്ന് കമ്പി ഊരിയ ശേഷം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ആദ്യം തന്നെ പറയട്ടെ, പല്ലിന് കമ്പി ഊരുന്നത് അത്ര പെയിൻഫുൾ പ്രൊസീജിയർ ഒന്നും അല്ല കേട്ടോ. പല്ലുകളിൽ നിന്ന് കമ്പി ഊരിയ ശേഷം ഉടനെ തന്നെ നിങ്ങളുടെ ഡോക്ടർ പല്ലുകൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ക്ലീനിങ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ പല്ലിൽ കമ്പിയിട്ട സമയത്ത് നിങ്ങൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും അഴുക്കടിഞ്ഞു കൂടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ്. പല്ലുകൾക്ക് കമ്പി ഊരിയ ശേഷം ചെറുതായിട്ടൊരു പുളിപ്പ് ഉണ്ടാവുന്നത് സാധാരണയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് കട്ടിയുള്ളതോ സ്റ്റിക്കി ആയിട്ടുള്ളതോ ഒരുപാട് ചൂടുള്ളത് ഒരുപാട് മധുരമുള്ളത് ഒരുപാട് തണുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പതിയെ കൊടുത്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പി ഇടുന്ന കാലയളവിൽ നമ്മൾ എങ്ങനെ നമ്മുടെ പല്ലുകളെ വൃത്തിയായി ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോണയെല്ലാം വീർത്തിരിക്കുന്നതായിരിക്കും. ഇത് പേടിക്കേണ്ടതൊന്നുമില്ല. നമ്മൾ ഡോക്ടറെ അടുത്ത് ക്ലീനിങ് ചെയ്ത ശേഷം വീട്ടിലും നിങ്ങൾ നല്ല രീതിയിൽ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ ഇത് മാറേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്റ്റെയിൻ ചെയ്യുന്ന ഫുഡൊക്കെ ഒരുപാട് കഴിച്ചിരുന്നു, നല്ല വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ കമ്പി ഊരുന്ന സമയത്ത് കമ്പിയുടെ മുത്തൊട്ടിച്ച ഭാഗങ്ങൾ മാത്രം വെളുത്തിരിക്കും, ബാക്കി ചുറ്റോടും ഭാഗം ഡിസ്കളേർഡ് ആയിട്ടും ഇരിക്കാം. ഇത് ചില ആളുകൾക്ക് ക്ലീൻ ചെയ്താൽ പോകുന്നതാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിൽ മാറേണ്ടതാണ്. എന്നാൽ ഒട്ടും മാറിയില്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വൈറ്റനിങ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ടി വരാം. അതും ഉടനടിയല്ല, 1-2 മാസം കഴിഞ്ഞ ശേഷം ചെയ്യാവുന്നതാണ്. ഇതിനേക്കാളും നല്ലത് കമ്പി ഇടുന്ന കാലയളവിൽ തന്നെ നമ്മൾ സ്റ്റെയിൻ ആവുന്ന ഫുഡുകളെല്ലാം കഴിച്ചാൽ അപ്പം തന്നെ വായു നന്നായി വൃത്തിയാക്കുക എന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അളവെടുത്ത ശേഷം ഡോക്ടർ ഒരു റീറ്റെയിനർ തരുന്നതായിരിക്കും. ഈ റീറ്റെയിനർ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇടണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫുൾ ടൈം ഒരു 1.5 വർഷമാണെങ്കിൽ അങ്ങനെ ഇടേണ്ടതാണ്. അതിനുശേഷം നൈറ്റ് വെയർ ഇടുന്നതായിരിക്കും നല്ലത്. ഒട്ടുമിക്ക കൂട്ടുകാരും കമ്പി ഊരി കഴിഞ്ഞാൽ റീറ്റെയിനർ ഇടാൻ മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കമ്പി ഇടേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറ്റ കമ്പി ലൂസായാലും ടൈറ്റ് ആയാലും ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ നിങ്ങൾ ഈ ഒറ്റക്കമ്പി ഊരിയിടുന്ന സമയത്ത് വെള്ളത്തിൽ വേണം ഊരിയിട്ട് വെക്കാൻ. കുറച്ച് നേരത്തേക്കൊക്കെ നമ്മൾ ഊരി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു ദിവസം ഫുള്ള് നിങ്ങൾ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വേണം ഊരി വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ അളവ് മാറുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള റീറ്റെയിനർ ഇടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിയിട്ടുണ്ടോ, നിങ്ങളുടെ അടിയിലുള്ള പല്ലുകൾ തിരിയുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറിനെ പോയി കാണേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കമ്പി ഊരി സുന്ദരനും സുന്ദരിയെല്ലാം ആവാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.